أعوذ بالله من الشيطان الرجيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. يا رحمة الله إني خائف وجلوه يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولا صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلى أمة سيدنا محمد. അർഹമർ റഹീമായ റബ്ബ് നമ്മുടെ മജ്ലിസ് ഖബൂലാക്കുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തുൻ നഈമാകുന്ന സ്വർഗ്ഗ പൂന്തോപ്പിൽ അല്ലാഹു ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടിയത് ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വേദിയിലിരിക്കുന്ന ആലിമീങ്ങൾ, ഉമറാക്കൾ, ശ്രോതാക്കൾ, ഉമ്മമാർ, സഹോദരിമാർ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സ്വലാത്ത് മജ്ലിസും മൗലിദ് സദസ്സും ഭംഗിയായി പൂർത്തിയായി. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് പോലെ എൻ്റെ പ്രഭാഷണമല്ല, ബഹുമാനപ്പെട്ട ഷാക്കിർ ബാക്കവി ഉസ്താദിൻ്റെ നല്ല അവതരണമാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെന്നറിയാം. ഇൻഷാ അല്ലാഹ് ബറക്കത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവിടെ സംഘടിപ്പിച്ച പരിപാടി തന്നെ ഹുബ്ബുർ റസൂൽ പ്രഭാഷണം എന്ന പേരിലാണ്. എന്താണ് ഹുബ്ബുർ റസൂൽ എന്ന് പറഞ്ഞാൽ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ്, മഹബ്ബത്ത്, ഇഷ്ടം, ഇതിന്റെ വിഷയത്തിലാണ് ഇവിടെ പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ പള്ളികളിൽ അൽഹംദുലില്ലാഹ് ജുമാഅത്ത് പള്ളിയിൽ എല്ലാ ആഴ്ചയും സ്വലാത്ത് നടക്കുന്നു. ഈ പള്ളിയിൽ എല്ലാ മാസത്തിലും ഒരിക്കൽ സ്വലാത്ത് നടക്കുന്നു. ഇതിലെല്ലാം നാട്ടുകാരായ മുഅ്മിനീങ്ങൾ സംബന്ധിക്കുന്നുണ്ട്. വലിയ ഒരു ഭാഗ്യമാണ്. ആ സംബന്ധിക്കുന്നത് തന്നെ ഒരു ഹുബ്ബിന്റെ ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും. ഖുൽ നബിയേ തങ്ങൾ പറയുക, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും, നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ കൂട്ടുകുടുംബക്കാർ, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുകൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, കെട്ടിക്കിടന്നാൽ നിങ്ങൾക്ക് വിഷമമാകുന്ന നിലക്കുള്ള, ചെലവാകാതെ കെട്ടിക്കിടന്നാൽ വിഷമമാകുന്ന തരത്തിലുള്ള കച്ചവട സാധനങ്ങൾ, വമസാകിനു തർളൗനഹാ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ, ഈ എല്ലാ കാര്യങ്ങളും അഹബ്ബു ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിനേക്കാളും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാളും വജിഹാദിൻ ഫീ സബീലിഹി
ഫീ സബീലിഹി, അല്ലാഹുവിന്റെ വഴിയിലുള്ള യുദ്ധത്തെക്കാളും ദീനിനേക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പറയപ്പെട്ട കാര്യങ്ങളായാൽ ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷയതാ നിങ്ങൾക്ക് വരാനിരിക്കുന്നു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാസിഖീങ്ങളായ ആളുകളെ ഒരിക്കലും ഹിദായത്തിലാക്കൂല, സന്മാർഗത്തിലാക്കൂല. ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ്. നാം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, ഓരോന്നും എണ്ണി പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം മാതാപിതാക്കളെ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത്? സ്വന്തം മക്കളെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവൂല. നമ്മുടെ മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര തമ്മാടികളായാലും എത്ര മോശക്കാരായ സ്വഭാവമുള്ള മക്കളാണെങ്കിലും ഒരൊറ്റ മാതാപിതാക്കളും മക്കളെ കുറിച്ച് പറയൂല, കുറ്റം പറയൂല. കാരണം മക്കളെ മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അതേ നമ്മുടെ സഹോദരന്മാര്, നമ്മുടെ ഇണകൾ, ഭാര്യ ഭർത്താക്കന്മാര്, കുടുംബങ്ങള്, സമ്പത്തുകൾ, അതേപോലെ നാം ചെയ്യുന്ന കച്ചവടങ്ങൾ, നമ്മുടെ വീടുകൾ, ഇതെല്ലാം നാം ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ്, ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിനേക്കാളും നമുക്ക് ഇഷ്ടമുള്ളതാണോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ നാം ഈ കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനേക്കാളും നാം ഈ കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണോ? എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നമ്മെ വെറുതെ വിടൂല. ഏറ്റവും കൂടുതൽ നാം ഇഷ്ടം, മുൻഗണന നൽകേണ്ടത് അള്ളാഹുവിലേക്കാണ്. അള്ളാഹുവിന്റെ റസൂലിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്. അതേപോലെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ടത്. അത് കഴിഞ്ഞിട്ടായിരിക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ഇത് പറയുമ്പോ നാം ചിന്തിച്ചു പോകും, മാതാപിതാക്കളെ ഇഷ്ടം വെക്കാൻ പാടില്ല എന്നാണോ? നമ്മുടെ മക്കളെയോ ഭാര്യമാരെയോ കൂട്ടുകുടുംബത്തെയോ വീടിനെയോ ഒന്നും ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞതാണോ ഈ ആയത്തിൽ? ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഇഷ്ടം വെക്കുമ്പോൾ അതിനൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് കടക്കാതിരിക്കുമ്പോൾ അത് പ്രശ്നമില്ല. അതേ സമയത്ത് ഓവറായാൽ, പരിധി വിട്ട് കടന്നുകൊണ്ട്, അള്ളാഹുവിനെ മറികടന്നുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറികടന്നുകൊണ്ട്, ദീനിനെ വിട്ടുകൊണ്ട് നാം ഏറ്റവും കൂടുതൽ ഈ പറയപ്പെട്ട കാര്യങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയമായി പോകും. അതല്ലാത്ത നിലക്ക് നാം ഈ പറയപ്പെട്ട കാര്യങ്ങളെ ഇഷ്ടം വെക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ശിക്ഷയ്ക്ക് വിധേയമാകൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നു, സുയ്യിന ലിന്നാസി ഹബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അനാമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. സുയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് നല്ലതായി തോന്നിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറ, ജനങ്ങൾക്ക് ഏറ്റവും നല്ലതായി അവർക്ക് രൂപപ്പെടുത്തി കാണിക്കുന്നുണ്ട്, ഏറ്റവും നല്ലതായി തോന്നുന്നുണ്ട്. ഹുബ്ബു ശഹവാതി, അവർക്ക് ശഹവത്തുകളെ ഇഷ്ടം വെക്കുക, അവരുടെ ശരീരത്തിന് ഇഷ്ടം വെക്കുന്ന കാര്യങ്ങൾ.
لا إله إلا الله اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وابعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പുറത്ത് നിൽക്കുന്ന ആളുകൾ ഒന്ന് സദസ്സിൽ കയറിക്കൊണ്ട് സദസ്സ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഉസ്താദ് അവർകൾ കടന്നു വരുമ്പോൾ വലിയ സന്തോഷമുണ്ടാകും. കാരണം ദൂരെ നിന്ന് യാത്ര ചെയ്തുകൊണ്ട് ഇത്രയും വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സദസ്സ് കാലിയാകുമ്പോൾ അതൊരു മോശമാവും. അപ്പൊ എല്ലാ ആളുകളും ഒന്ന് സദസ്സിലിരുന്നു കൊണ്ട് സദസ്സ് ഭംഗിയാക്കണമെന്ന് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ജനങ്ങൾക്ക് നല്ലതായി തോന്നിപ്പിച്ചു അവരുടെ ഏറ്റവും മനസ്സിന് ഇണങ്ങിയതായി തോന്നിപ്പിച്ച വസ്തുക്കൾ, ഭാര്യമാർ, മക്കൾ, കൂമ്പാരക്കണക്കെ കുന്നുകൂടിയ സ്വത്തുക്കൾ, ഉയർന്ന വാഹനങ്ങൾ, നാൽക്കാലി മൃഗങ്ങൾ, കൃഷികൾ, ഇതെല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് വേണ്ടതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഇതിലൊന്നും ഒരാളും ഇഷ്ടപ്പെടണ്ട എന്നല്ല, മറിച്ച് അതിലൊക്കെ ഇഷ്ടപ്പെടുന്നതിന് ഒരു പരിധിയുണ്ട്. പരിധി വിട്ടുകടന്നാൽ, കൺട്രോൾ തപ്പിയാൽ പിന്നെ അല്ലാഹുവിന്റെ ശിക്ഷക്കാണ് വിധേയമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നതായി കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നതിന്റെ അടയാളമായി ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ തങ്ങൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ വറസൂലഹു, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. മുത്തുനബിയോട് അല്ലാഹു തആല പറയുകയാണ്, അല്ലാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ ആ മനുഷ്യൻ നിർബന്ധമായും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ചിരിക്കണം. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എതിര് പ്രവർത്തിക്കാൻ കഴിയില്ല. ഫത്തബിഊനി, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുക. എന്നാൽ യുഹിബ്ബുകുമുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെയും ഇഷ്ടം വെക്കും. ഞങ്ങൾ അങ്ങോട്ട് അള്ളാഹുവിനോട് അള്ളാഹുവെ നിന്നെ ഞാൻ ഇഷ്ടവെക്കുന്നു എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടം ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അള്ളാഹു തആല എല്ലാവരെയും അങ്ങനെ ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാള് വേണ്ടതുപോലെ ഇഷ്ടം വെക്കുകയാണെങ്കിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും അവനെ ഇഷ്ടം വെക്കും. ഒരൊറ്റ സംഭവം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് മുഴുവനും അവരുടെ ജീവിതം മൊത്തം സമർപ്പിച്ചത് അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ലിന്നാസി വഹുവ അലൽ മിമ്പർ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ മിമ്പറിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളോട് ഉപദേശം പറയുന്നു. ആ സമയത്ത് കൂട്ടത്തിൽ പറയുന്നു, ഇജ്ലിസു, നിങ്ങൾ അവിടെ എല്ലാവരും ഇരിക്കുക. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഇരിക്കുന്ന മുഴുവൻ സ്വഹാബികളെയും അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുന്നു, ഇജ്ലിസു, നിങ്ങൾ ഇരിക്കുക. وعبد الله رضي الله عنه لم يدخل المسجد بل كان خارجه في الطريق. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ പള്ളിയുടെ പുറത്ത് പള്ളിയിലേക്ക് കടന്നു വരുന്ന വഴിയിലാണുള്ളത്, റോട്ടിലാണുള്ളത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ അതാ മിമ്പറിൽ വെച്ച് ഇജ്ലിസു, നിങ്ങൾ എല്ലാവരും ഇരിക്കുക എന്ന് പറയുന്ന സമയത്ത് മഹാനവർകൾ റോട്ടിലൂടെ ഇത് കേൾക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതല്ലേ ഇരിക്കണമെന്ന്, അത് പള്ളിയിലുള്ളവർ മാത്രം ഇരിക്കൂ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു
പുറത്ത് വരുന്ന വഴിക്ക് തന്നെ ആ റോട്ടിലൂടെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ പള്ളിയുടെ പുറത്ത് പള്ളിയിലേക്ക് കടന്നു വരുന്ന വഴിയിലൂടെ ഇരിക്കുന്നു. തങ്ങൾ തന്റെ പ്രഭാഷണം കഴിഞ്ഞ സമയത്ത് അബ്ദുല്ലാഹിബ്നു പറയുന്നു, ഓ അബ്ദുല്ലാ, നിങ്ങൾ എന്റെ വാക്ക് കേട്ടുകൊണ്ട് ആ വരുന്ന വഴിക്ക് തന്നെ ആ സ്ഥലത്ത് തന്നെ നിങ്ങൾ ഇരുന്നല്ലോ. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അപ്പോ മറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചില്ല, എന്തിനാണ് പള്ളിയിലോ പുറത്തിരുന്നത്, ഞാൻ പള്ളിയിലുള്ള ഇരുന്ന ആളുകളോട് മാത്രമല്ലേ പറഞ്ഞത് എന്ന്. അപ്പോ മുത്തുനബിയോടുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ തങ്ങൾ എന്ത് കൽപ്പിക്കുന്നുണ്ടോ അതിനാണ് മുൻഗണന, അതിന് ശേഷമാണ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും. സ്വന്തം മാതാപിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും മറ്റുള്ള ഏത് കാര്യമാണെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിച്ചുകൊണ്ടായിരിക്കണം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. ഓ നബിയേ, എന്റെ ശരീരത്തെ ഒഴിച്ചുകൊണ്ട് മറ്റെല്ലാ കാര്യത്തെക്കാളും എനിക്ക് തങ്ങളാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ഏറ്റവും കൂടുതൽ എനിക്ക് എന്റെ ശരീരമാണ് ഇഷ്ടമുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയോടാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന ഹബ്ബ ഇലൈക മിൻ നഫ്സിക. ഇല്ല ഉമറേ, നിന്റെ ഈമാൻ ഇപ്പോഴും പരിപൂർണമായിട്ടില്ല. കാരണം നിന്റെ ശരീരത്തിനാണ് നീ കൂടുതൽ മുൻഗണന നൽകിയത്. എല്ലാത്തിനേക്കാളും സ്വന്തം ശരീരത്തെക്കാളും ഏറ്റവും കൂടുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെക്കുന്നത് വരെ നിന്റെ ഈമാൻ പരിപൂർണമായിട്ടില്ല ഉമറേ. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ മനസ്സ് മാറുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ശരീരത്തെക്കാളും ഏറ്റവും കൂടുതൽ മുൻഗണന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഞാൻ നൽകുന്നു നബിയെ. ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ ആന യാ ഉമർ, ഇപ്പോൾ നിന്റെ ഈമാൻ കറക്റ്റായി ഉമറേ, ഇപ്പോൾ നിന്റെ ഈമാൻ പരിപൂർണമായി ഉമറേ. അപ്പോ സ്വഹാബത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നാം എത്രമാത്രം ഇഷ്ടം വെക്കുന്നു. നാം വായ കൊണ്ട് പറയാൻ എളുപ്പമാണ് മുത്തുനബിയെ ഞാൻ ഇഷ്ടം വെക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നു. ചില ആളുകൾ, ഞാൻ എന്റെ സ്വന്തം ശരീരത്തോടടക്കം നമ്മുടെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, നമ്മുടെ ഇന്നത്തെ ഇഷ്ടം വെറും ഫേസ്ബുക്കിലോ വാട്സപ്പിലോ മാത്രമായി കിടക്കുകയാണ്. കാരണം നമ്മുടെ മഹബത്ത് സ്റ്റാറ്റസ് വെക്കാൻ മാത്രമായി പോയി, അല്ലെങ്കിൽ വെറും റീൽസ് ഇടാൻ മാത്രമായി പോയി. ഖൽബിൽ മഹബത്ത് ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇന്നത്തെ പുതിയ തലമുറയുടെ അവസ്ഥയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും വാട്സപ്പിലോ ഫേസ്ബുക്കിലെ സ്റ്റാറ്റസിലോ റീൽസിലോ മാത്രം മഹബത്തുണ്ടായാൽ, ഇഷ്ക് കാണിച്ചാൽ ഒരിക്കലും ഇഷ്ടാവൂല, മഹബത്താവൂല. മറിച്ച് ഖൽബിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരണം, ഖൽബിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടി മുളക്കണം മഹബത്ത് എന്നുള്ളത്. എന്നാൽ മാത്രമേ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടം വെച്ചവരാകൂ. ബഹുമാനപ്പെട്ട അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മർറബി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ഉസല്ലി. ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് എന്റെ അരികിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നുപോയി. ഫദആനി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ വിളിക്കുന്നു, അബൂ സഈദ് കടന്നു വരൂ, ഞാൻ നിസ്കരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. ആ നിസ്കാരത്തിന്റെ ഇടയ്ക്ക് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ ക്ഷണിക്കുന്നു. ഫലം അതിഹി
ഹത്താ സ്വല്ലൈതു സുമ്മ അതൈതു. പക്ഷേ ഞാൻ നിസ്കരിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, നിസ്കാരം മുറിച്ച് ഞാൻ പോകൂല എന്ന് തീരുമാനിച്ചുകൊണ്ട് നിസ്കാരം സലാം വീട്ടിയതിനു ശേഷം ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. ഫഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ മനഅക അൻ തഅതിയനി, ഞാൻ വിളിച്ചിട്ട് എന്തേ നീ എന്റെ അടുക്കലേക്ക് വരാത്തത്? ഞാൻ നിന്നെ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നീ വരാത്തത്? അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്തു ഉസല്ലി, ഞാൻ നിസ്കരിക്കുകയല്ലേ നബിയെ, നിസ്കാരത്തിന്റെ ഇടയ്ക്ക് വരാൻ പറ്റുമോ? നിസ്കരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് തങ്ങൾ വിളിച്ചാൽ വരിക? ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, അലം യഖുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനുസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അബൂ സഈദേ, ഓ സത്യവിശ്വാസികളെ, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ, ഏത് സമയത്ത് വിളിക്കുകയാണെങ്കിലും ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. അത് നിസ്കരിക്കുന്ന സമയത്താണോ അല്ലാത്ത സമയത്താണോ എന്ന് വേർതിരിച്ച് അല്ലാഹു തആല ഇവിടെ പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാണോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിളിക്കുകയാണോ, ഉടനെ ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് വരെ തങ്ങൾ വിളിക്കുകയാണെങ്കിൽ പിന്നെ നിസ്കാരത്തിന് പ്രസക്തിയില്ല, ഉടനെ കൈ ഒഴിച്ചുകൊണ്ട് പോകലാണ് നിർബന്ധം. ഇവിടെ ഫിഖ്ഹ് മസ്അല എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, ഇമാം റംലി അടക്കമുള്ള മഹാന്മാർ തുഹ്ഫയിൽ രേഖപ്പെടുത്തുന്നു, നഅം ലാ തബ്തുലു ബിഇജാബതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹയാതിഹി വ ഇൻ കസുറ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് ബാ മോനെ എന്ന് നിസ്കാരത്തിന്റെ ഇടയ്ക്ക് വെച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാണെങ്കിൽ ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. നിസ്കാരം ബാത്തിലാകൂല. നിസ്കാരത്തിന്റെ ഇടയ്ക്ക് വെച്ച് കൈവിട്ടിട്ടുണ്ട് മുത്തുനബിയുടെ അടുക്കലേക്ക് വരാം, എന്നിട്ട് ആവശ്യം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് പോയി ബാക്കിയുള്ള നിസ്കാരം പൂർത്തിയാക്കാം, കണ്ടിന്യൂ ചെയ്യാം. നിസ്കാരം ബാത്തിലാകൂല. ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഫീ ഹയാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത്. ഈ ഒരു വാക്കില്ലെങ്കിൽ ഇന്ന് മഹബ്ബത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് പല ആളുകളും കള്ളം പറഞ്ഞുകൊണ്ട് സ്വപ്നം കണ്ടിട്ടുണ്ട്, പല ത്വരീഖത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഉള്ളത് കൊണ്ട് അവർക്കൊരിക്കലും പറയാൻ റൈറ്റ്സ് ഇല്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് എന്ന് എടുത്ത് പറഞ്ഞതുകൊണ്ട് പിന്നെ അവിടെ മറ്റുള്ളവർക്ക് കടന്നു വരാൻ സാധ്യതയില്ലാത്ത രൂപത്തിലായി. ആ വരുന്ന സമയത്ത് അവന്റെ ചലനങ്ങൾ എത്രമാത്രം അധികരിച്ചാലും ശരി, അവൻ നടന്നുകൊണ്ടാണ് വരുന്നത്, ഖിബ്ല തെറ്റുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. തിരുനബി വിളിച്ചാൽ ഉത്തരം നിർബന്ധമാ, ഫർളായ നിസ്കാരത്തിനും അത് നിയമമാ. പോകേണ്ടതായി വന്നാൽ ഉടൻ നടന്നെങ്കിലും, പോകൽ വുജൂബാ ഖിബ്ല തെറ്റുന്നെങ്കിലും, നിസ്കാരത്തിനുടവൊന്നുമില്ലത് കൊണ്ട് അത് തിരുനബിക്കല്ലാതെ മറ്റാർക്കുണ്ട്. അപ്പോ നമ്മുടെ നിസ്കാരം എന്നുള്ളത് അല്ലാഹുവുമായി ഡയറക്റ്റായി മുനാജാത്ത്, സംഭാഷണമാണ്. മറ്റുള്ള കാര്യങ്ങള്, ഉദാഹരണത്തിന് നോമ്പ് എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിച്ചുകൊണ്ട് സംസാരിക്കാം, പ്രശ്നമില്ല, ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് മാത്രം. മറ്റുള്ള ഇബാദത്തുകളാണെങ്കിൽ നിസ്കാരത്തെ പോലെയല്ല. കാരണം നിസ്കാരത്തിലേക്ക് കടന്നാൽ സംസാരിക്കാനും പാടില്ല, ഭക്ഷണം കഴിക്കാനും പാടില്ല, വെള്ളം കുടിക്കാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുകയാണെങ്കിൽ
അവിടെ തങ്ങളെയാണ് മുൻഗണന നൽകിയത്. വിശുദ്ധ ഖുർആനിന്റെ ആശയമാണ്. തങ്ങൾ നേരിട്ട് സഹാബിയോട് ചോദിച്ചതുമാണ് എന്തുകൊണ്ട് വരാത്തത് എന്ന്. അപ്പൊ അങ്ങനെ വന്നാൽ പോലും, ഖിബ്ല തെറ്റിയാൽ പോലും, കൂടുതൽ സംസാരിച്ചാൽ പോലും ഒരിക്കലും അവന്റെ നിസ്കാരം ബാത്തിലാകൂല എന്നതാണ്. ഇനി ഈ വിഷയത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്താം. മാതാപിതാക്കൾ, നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. മാതാപിതാക്കൾ ഏത് സമയത്ത് വിളിച്ചാലും ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. അതേ സമയത്ത് ഒരാൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു, ആ സമയത്ത് നമ്മുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ നമ്മെ വിളിച്ചു, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഫർളായ നിസ്കാരമാണെങ്കിൽ പോകാൻ പാടില്ല. കാരണം അല്ലാഹുവിനോടുള്ള മുനാജാത്താണ്. നിസ്കാരത്തിൽ നിന്ന് കൈവിട്ട് വരാമെന്ന് നേരത്തെ പറഞ്ഞത് മുത്തുനബിയോടുള്ള പ്രത്യേകത മാത്രമാണ്, അല്ലാതെ മറ്റാർക്കും അത് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഫർള് നിസ്കാരമാണെങ്കിൽ ഒരിക്കലും അവർക്ക് നിസ്കാരത്തിൽ ഉത്തരം ചെയ്യാൻ പാടില്ല. ഇനി സുന്നത്ത് നിസ്കരിക്കുന്നു, ആ സമയത്ത് മാതാപിതാക്കൾ വിളിക്കുകയാണെങ്കിൽ അവിടെ എന്താക്കാ? നിസ്കാരത്തിൽ നിന്ന് കൈവിട്ടുകൊണ്ട് മാതാപിതാക്കൾക്ക് ഉത്തരം ചെയ്യൽ ജായിസാണ്. നിസ്കാരത്തിന്റെ വിഷയമാണ്. നിസ്കാരം ബാത്തിലുമാണ്. നേരത്തെ പറഞ്ഞ ഡിഫറൻസ് മനസ്സിലായോ? മുത്തുനബിയോട് ഉത്തരം പറയുകയാണെങ്കിൽ പറയാൻ വേണ്ടി നിസ്കാരത്തിൽ നിന്ന് കൈവിട്ട് വന്നാൽ പോലും നിസ്കാരം ബാത്തിലാകൂല. മാതാപിതാക്കളുടെ വിഷയം പറയുമ്പോൾ ഫർദ് നിസ്കാരത്തിൽ ഏതായാലും വരാൻ അലൗഡ് ഇല്ല. സുന്നത്ത് നിസ്കാരമാണെങ്കിൽ കൈവിട്ടുകൊണ്ട് മാതാപിതാക്കൾക്ക് ഉത്തരം ചെയ്യൽ ജായിസാണ്, പറ്റും. പക്ഷേ നിസ്കാരം പിന്നെ കണ്ടിന്യൂ ആകൂല, റീസ്റ്റാർട്ട് ചെയ്യണം. അതും മഹാനായ തടവ ഉസ്താദ് അവർകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കൾ എപ്പോഴോ വിളിച്ചെങ്കിലേ ഉടനുത്തരം ചെയ്യല്ലോ ജോബ നിന്നിലേ. സുന്നത്ത് നിസ്കാരത്തിലായാൽ തന്നെ അവർക്കുത്തരം ചെയ്യാൻ വിളിച്ചാൽ നിന്നെ അവർക്കുത്തരം ചെയ്യൽ ജവാസാണെങ്കിലും നിസ്കാരമതിനാൽ ബാത്തില നിയമത്തിലും. മാതാപിതാക്കൾ രണ്ടു പേരും നിന്നെ വിളിച്ചെന്ന് വന്നാൽ എന്ത് ചെയ്യും പൊന്നേ? മാതാവിനാദ്യം ഉത്തരം നൽകേണ്ടതാ എന്നും ഹദീസിൽ വ്യക്തമായി കാണുന്നതാ. അർത്ഥം പറയണമെന്നില്ല, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവല്ലേ? എന്നാലും പറയാം. അപ്പൊ മാതാപിതാക്കൾ ഏത് സമയത്ത് വിളിച്ചാലും ഉത്തരം ചെയ്യൽ നിർബന്ധമാണ്. സുന്നത്ത് നിസ്കാരത്തിൽ വിളിച്ചാൽ ഉത്തരം ചെയ്യൽ ജായിസാണ്. ഇനി ഉത്തരം ചെയ്താൽ നിസ്കാരം ബാത്തിലാണ്, പിന്നീട് നിസ്കാരം റീസ്റ്റാർട്ട് ചെയ്യണം. അതേ സമയത്ത് മാതാവും പിതാവും രണ്ടാളും ഒന്നിച്ചുകൊണ്ട് വിളിച്ചു, ഉപ്പയും ഉമ്മയും രണ്ടാളും ഒരേ സമയത്ത് വിളിച്ചു. എന്നാൽ ആരെയാണ് മുന്തിക്കേണ്ടത്? ഒരാള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ്? എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്, പലപ്പോഴും നാം കേട്ടവരാണ്. എന്റെ രണ്ട് മാതാപിതാക്കളെ കൂട്ടത്തിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് നബിയെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. ഉമ്മയെയാണ് ആദ്യം മുന്തിക്കേണ്ടത്. രണ്ടാമത് ചോദിക്കുന്നു, പിന്നെ ആരോടാണ് നബിയെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതും അതേ മറുപടി പറയുന്നു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. മൂന്നാമത് ചോദിക്കുന്നു, പിന്നെ ആരോടാണ് നബിയെ? മൂന്നാമതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. നാലാമത് ചോദിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അബൂക, നിന്റെ ബാപ്പയോടാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ കടന്നു വരുന്നു. നിർത്താനായി ഇൻഷാ അല്ലാഹ് ഇപ്പൊ നിർത്തും.
അപ്പോ മാതാപിതാക്കൾ രണ്ടാളും ഒന്നിച്ചു വിളിക്കുകയാണെങ്കിൽ അവിടെ മാതാവിനെയാണ് മുൻഗണന നൽകുന്നത്, പിന്നെയാണ് പിതാവിനുള്ളത്. ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം, നേരത്തെ മുത്തുനബിയോട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ മാതാപിതാക്കളെയും കൂടുതൽ പരിഗണിക്കണം എന്നുള്ള വിഷയം കൂടി വന്നതുകൊണ്ടാണ് ഈ വിഷയം ഉൾപ്പെടുത്തിയത്. ഇനി മഹബത്തിന്റെ വിഷയം പറയുകയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവർ നിങ്ങളോട് വിശാലമായി പറഞ്ഞു തരും. കൂടുതലായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സുദീർഘമായ പ്രഭാഷണമാണ്. നമ്മുടെ പുത്തംപള്ളിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഹനീഫ് ഉസ്താദിന്റെ ശിഷ്യനും കൂടിയാണ്. നേരിട്ട് കണ്ടിട്ട് നാം സംസാരിച്ചിട്ടില്ലെങ്കിലും ഉസ്താദ് അവരുടെ വീട്ടിലേക്ക് പോയ സമയത്തൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാ ആളുകളും സദസ്സൊന്ന് ഫില്ല് ചെയ്യണമെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് 5 മിനിറ്റോടുകൂടി ഉസ്താദ് പ്രഭാഷണം തുടങ്ങും. ബാക്കിലുള്ള ആളുകളൊന്ന് മുമ്പിലേക്ക് ഇരുന്നു കൊണ്ട് സദസ്സൊന്ന് ഫില്ല് ചെയ്താൽ ഉസ്താദ് വാള് തുടങ്ങുമ്പോൾ തന്നെ നല്ല റാഹത്തായി കിട്ടും. എല്ലാവരും ആരും ബുദ്ധിമുട്ടാവണ്ട, ഒന്ന് സദസ്സൊന്ന് കയറിയിരുന്ന് ഫില്ലാക്കിയാൽ ഇനി വരുന്ന ആളുകൾക്ക് ബാക്കിലിരിക്കാം. ഒന്ന് ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല അനുസരിക്കുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാവർക്കും ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ നാട് അൽഹംദുലില്ലാഹ് മഹബത്തിന്റെ നാടാണ് എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. ഞാൻ ഈ വർഷമാണ് ഇവിടെ വന്നത്. അൽഹംദുലില്ലാഹ് ഓരോ വീടുകളിലേക്കും മൗലിദിന്റെ സദസ്സിലേക്ക് മുഅ്മിനീങ്ങളായ ആളുകൾ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് മറ്റുള്ള നാടുകളിൽ കാണാത്ത പുതിയ വിശേഷങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ നാട്ടില് ഒരു വീട്ടിൽ മൗലിദിന്റെ സദസ്സ് നടക്കുകയാണെങ്കിൽ നാട്ടുകാർ, അയൽവാസികൾ, കുടുംബക്കാർ എല്ലാവരും ഇരുന്നു കൊണ്ട് മൗലിദിന്റെ സദസ്സിൽ പങ്കെടുക്കും. എന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ചില നാടുകളിൽ പോയാൽ കുറച്ച് 4-5 ഉസ്താദ്മാർ മാത്രം മൗലിദ് പാരായണം ചെയ്യും. ബാക്കിയുള്ളവർ പുറത്ത് കുറച്ചാളുകൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, കുറച്ചാളുകൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ചില നാടുകളിൽ കാണുന്നുണ്ട്. പക്ഷേ അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അല്ലാഹു തആല നിലനിർത്തട്ടെ. മഹബത്ത് അല്ലാഹു തആല നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇതെല്ലാം മഹബത്തിന്റെ ഭാഗമാണ്. മൗലിദിന്റെ സദസ്സ് കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ് തോന്നുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന അല്ലാഹുവിന്റെ തിരുനാമം കൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് അറിയിച്ചുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.